ദുരന്ത നിവാരണവുമായി ബന്ധപ്പെടുത്തി ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെടുത്തി കുറേ അധികം പ്രഖ്യാപനങ്ങൾ ഇന്ന് ക്യാബിനറ്റ് നടത്തിയിട്ടുണ്ട്. അതൊന്ന് അറിയുന്നത് നന്നായിരിക്കും. നമ്മുടെ ആളുകൾക്കൊക്കെ സന്തോഷം നൽകുന്നൊരു വാർത്തകളാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ, അപ്പോൾ 20 പേരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വെച്ച് കിട്ടും. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് 10,000 രൂപ വെച്ച് കിട്ടും. വീട്ടിൽ വെള്ളം കയറി എല്ലാവർക്കും 10,000 രൂപ കൊടുക്കും. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ കൊടുക്കും. വീട് വയ്ക്കാനുള്ള ധനസഹായം 6 ലക്ഷം രൂപ കൊടുക്കും. ക്യാമ്പുകളിൽ കഴിയുന്ന വീട്ടിലെ 2 ആൾക്ക് ദിവസം 300 രൂപ കൊടുക്കും. വീട് സൗജന്യമാകും. വാസയോഗ്യമാകുന്നവരെ വാടക കൊടുക്കും. കൃഷിനാശം സംഭവിച്ചപ്പെട്ടവർക്ക് നഷ്ടപരിഹാര തുക 25% കൂട്ടിക്കൊടുക്കും, നേരത്തെ കൊടുക്കുന്നതിനേക്കാൾ. കടകൾ നശിച്ച കച്ചവടക്കാർക്ക് 10,000 രൂപ നൽകും. ചെറുകിട ആവശ്യങ്ങൾക്ക് 12 ലക്ഷം രൂപ സോഫ്റ്റ് ലോൺ സ്കീം കൊടുക്കും. ഡാമുകളിലെയും പുഴകളിലെയും മണലും ചെളിയും മാറ്റി വൃത്തിയാക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. ദുരന്ത നിവാരണ കാലാവസ്ഥ നിരീക്ഷണ പഠന സംവിധാനം ആധുനിക സൗകര്യങ്ങളോടെ ഉടനെ. അപ്പോൾ ഇതെല്ലാ പരിപാടികളും ഉടനെ വരുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡാം മാനേജ്മെൻറ്റ് വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് റിവർ മാനേജ്മെൻറ്റ് വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരും എന്നാണ് കേൾക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ തമിഴ്നാട്ടിൻ്റെ ഒരു പ്രഖ്യാപനം നമുക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മുല്ലപ്പെരിയാർ ഡാം അവർ ഉയർത്തുമെന്നാണ് പറയുന്നത്, അതിൻ്റെ ഹൈറ്റ് ഉയർത്തുമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് വലിയൊരു തലവേദനയായിട്ട് തന്നെ മാറും. എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്തായാലും കേരളത്തിൽ വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് മുല്ലപ്പെരിയാർ സൃഷ്ടിക്കാൻ പോകുന്നത്. അതേസമയം ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെടുത്തി നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ദുരന്ത നിവാരണ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്ന് പറയുന്നു. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദുരന്ത നിവാരണ പ്ലാൻ, ഏറ്റവും നല്ല ദുരന്ത നിവാരണ പ്ലാൻ നമ്മുടേതായിരിക്കും. അവിടെ ഡാമുകളിൽ കിടക്കുന്ന സിൽറ്റ് വാരിക്കളയും, മണൽ വാരിയെടുക്കും. പിന്നെ നമ്മുടെ പുഴകളിലും നദികളിലും കിടക്കുന്ന മണൽ വാരിയെടുക്കും എന്നാണ് മണലും ചെളിയുമൊക്കെ. പക്ഷേ അപ്പോൾ ഇതെല്ലാം ഹിമാലയൻ ടാസ്ക്കാണ്, ഹെർക്കുലിയൻ ടാസ്ക്കാണ്. പക്ഷേ നമുക്ക് കുറേശ്ശെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതിനിടയിൽ മഴയൊക്കെ വരാതെ നോക്കി കഴിഞ്ഞ സർക്കാർ 1 ലക്ഷം ടണ്ണോളം മാലിന്യങ്ങളും മണലും എല്ലാം കൂടി 30 നദികളിൽ നിന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് അതുപോലെയാണെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ മാറ്റുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധികളുണ്ട് എന്തായാലും. പക്ഷേ ഗവൺമെൻറ് ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞ ഒരു 6-7 കാര്യങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ക്യാബിനറ്റിൻ്റെ ഡിസിഷൻസാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇത്ര, വസ്തു പോയവർക്ക് ഇത്ര, വസ്തുവും വീടും കൂടെ പോയവർക്ക് ഇത്ര, വീട് മാത്രം പോയവർക്ക് ഇത്ര, വെള്ളം കയറിയ കടകൾക്ക് ഇത്ര, അങ്ങനെ തുടങ്ങി കൃഷിക്ക് നഷ്ടപ്പെട്ടവർക്ക് ഇത്ര, പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള ലോണ്, അങ്ങനെ ഓരോ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു ചർച്ച ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു നടപടി എടുത്തു പോകുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഗവൺമെൻറ് വന്ന് തുടക്കത്തിൽ തന്നെ ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. അത് ഇനിയിപ്പോൾ മഴ കുറയും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഇല്ലാതിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.